അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ടർബോ മൂവി കണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഗാ സ്റ്റാറിൻ്റെ മെഗാ ഷോ. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ാണ് ഞാൻ പടം കാണാൻ വന്നത്. അപ്പോൾ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ബിന്ദു പണിക്കർ ചെയ്ത ക്യാരക്ടറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് തുടങ്ങുന്നുണ്ട്. അവിടുന്ന് പിന്നെ അടിയോടിയാണ്. മമ്മൂട്ടി ഫാൻസിനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചില ഷോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ഡ്രോബാക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ടർബോ മൂവി കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ റെയ്ബാൻ തിയേറ്റർ, ആലപ്പുഴ ജില്ലയിലെ റെയ്ബാൻ തിയേറ്ററിലാണ് ഞാൻ പടം കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായി കാണണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ പടം കണ്ടിട്ട് പടം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ റെയ്ബാൻ തിയേറ്റർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. കാരണം ഇവിടുത്തെ റേറ്റ്, ടിക്കറ്റ് സ്റ്റാർട്ടിങ് എത്രയാണ്, ബാൽക്കണി ഉണ്ടോ, എ സി ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ആലപ്പുഴയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫുള്ളായിട്ട് കാണും. അപ്പോൾ നമുക്ക് റെയ്ബാൻ തിയേറ്ററിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. ആദ്യം തന്നെ RB ലേസർ ഉപയോഗിക്കുന്ന 4K ഉള്ള ഏക തിയേറ്ററാണ് നമ്മുടെ റെയ്ബാൻ തിയേറ്റർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയാണ്. ഇവിടെ കളിച്ച ആദ്യത്തെ പടം എന്ന് പറയുന്നത് നമ്മുടെ അർണോൾഡ് നായകനായിട്ടുള്ള ട്രൂ ലൈസ് എന്ന പടമാണ് ഇവിടെ ആദ്യമായിട്ട് കളിച്ച പടം. പിന്നീട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തമിഴ് പടങ്ങളാണ് മെയിനായിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ഫെസിലിറ്റി ഉള്ള തിയേറ്ററാണ് നമ്മുടെ ഈ തിയേറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്, എക്സിക്യൂട്ടീവ്, ബാൽക്കണി ഇങ്ങനെ 3 സെഗ്മെൻ്റായിട്ടാണ് ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. 575 ടോട്ടൽ സീറ്റാണ് നമുക്ക് ആകെ ഉള്ളത്. എക്സിക്യൂട്ടീവ് 70, ബാൽക്കണി 206, ഫസ്റ്റ് ക്ലാസ് 299. അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇവരുടെ തന്നെ ഓഡിറ്റോറിയം ഉള്ളതുകൊണ്ട് ധാരാളം പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ അത് നോ ഇഷ്യൂ. ഹാൻഡിക്യാപ്ഡ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യമാണ്. പിന്നെ ബാൽക്കണി ഉള്ളവർക്ക് മാത്രമേ വെയിറ്റിംഗ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. താഴെ നമ്മൾ സാധാ ഇതിൽ കയറുന്നവർക്ക് ഇവിടെ വെയിറ്റിംഗ് ഏരിയ നമുക്കിവിടെ കാണുന്നില്ല. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നി. തിയേറ്റർ കോമ്പൗണ്ടിനകത്ത് ഹോട്ടലോ റെസ്റ്റോറൻറ്റോ അവൈലബിൾ അല്ല. തിയേറ്ററിൻ്റെ ഔട്ട്സൈഡാണ് ഈ ഹോട്ടലും റെസ്റ്റോറൻറ്റുകളൊക്കെ വരുന്നത്. സ്നാക്സിൻ്റെ ഒരു ചെറിയ കൗണ്ടർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് 129 രൂപയും എക്സിക്യൂട്ടീവിന് 145 രൂപയും പിന്നെ ബാൽക്കണിക്ക് 160 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പ്ലസ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23 രൂപ അഡീഷണൽ GST കൂടെ കൂട്ടിയിട്ടുള്ള ചാർജാണ് വരിക. പിന്നെ 46x19 സെൻറ്റിമീറ്ററുള്ള സ്ക്രീൻ സൈസും 10 സബ് വൂഫറും 4K ക്വാളിറ്റിയും പിന്നെ ഓഡിയോ നമുക്ക് 7.1 ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് അറ്റ്മോസ് 7.1 അറ്റ്മോസ് ആണ് ഇവിടെ സൗണ്ട് ക്വാളിറ്റി. പിന്നെ ആംബിയൻസ് ആണെങ്കിലും നല്ല അടിപൊളിയാണ്. സീറ്റിംഗ് ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല കുഷ്യനിങ്ങും പുഷ് ബാക്കും ഒക്കെ ഉള്ള സീറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ പടം കണ്ടപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ബാൽക്കണീനെക്കാട്ടിയും ഏറ്റവും നന്നായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുക താഴത്തെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ തിയേറ്റർ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം അടുത്ത് തന്നെ ധാരാളം ബസ് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നടന്നെത്താനും തിയേറ്ററിൽ ആക്സസ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ ബെസ്റ്റാണ് നമുക്ക് ഈ തിയേറ്റർ ചൂസ് ചെയ്യുകയാണെങ്കിൽ. അത് ആലപ്പുഴയിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും നമുക്ക് സൂട്ടാണ്. ജസ്റ്റ് ടോയ്ലറ്റ് കാണിച്ചു തരാം. ടോയ്ലറ്റ് വലിയ വൃത്തിയൊന്നുമില്ല, ഒരു ആവറേജ് ഫീലാണ്. കാരണം ടാപ്പ് കാര്യങ്ങൾ പ്രോപ്പറല്ല, ക്ലോസറ്റ് ആണെങ്കിലും വലിയ നീറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ തിയേറ്ററിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് F14
ആ സീരീസിലുള്ള സീറ്റുകളാണ്. ഇപ്പോൾ Q14, F14, C14 അങ്ങനെ ഉള്ള 14 ആയിട്ടുള്ള സീറ്റ്സാണ് ഇതിൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ്. നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി സൗണ്ടും നമുക്ക് മൊത്തത്തിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് എന്ന് പറയുന്നത് ഈ 14 വരുന്ന സീറ്റ്സാണ്. അത് എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും ഫ്രണ്ടിലും നോർമൽ സീറ്റിൻ്റെ ഏറ്റവും ബാക്കിലും. അപ്പോൾ സമയം 5 മണി. അങ്ങനെ ടർബോ നമ്മൾ കണ്ടു കഴിഞ്ഞു. പടത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ടർബോ മൂവി കണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഗാ സ്റ്റാറിൻ്റെ മെഗാ ഷോ. പുലിമുരുകൻ്റെ ഡയറക്ടർ വൈശാഖാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ 5-ാം പാതിരേൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റാണ് പടത്തിനുള്ളത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പടം അടിപൊളി, ഒരു രക്ഷയില്ല. മെഗാസ്റ്റാറിൻ്റെ മെഗാ ഷോ എന്ന് പറയാം. ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു മൂവിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. ഒരു സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, ഫാമിലിയൊക്കെ ആയിട്ട് എന്തായാലും വന്നിരുന്ന് നമുക്ക് കാണാം. എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ആയിട്ടൊന്നും വരരുത്. ഫ്രീ മൈൻഡായിട്ട് വന്നിരുന്നിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. നിങ്ങളൊരു മെഗാ മമ്മൂട്ടി ഫാൻ ആണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഫാൻ മമ്മൂട്ടി ഫാൻസിനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും മമ്മൂട്ടി ഫാൻസിന് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും പടം. പിന്നെ ഈ മാസ് മസാല ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത് ആ ഒരു വൈശാഖ്. അപ്പോൾ എന്തായാലും എനിക്കൊരു ഡ്രോബാക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടീൻ്റെ അടുത്ത് നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പുള്ളിക്കുള്ള ഒരു സ്റ്റാർഡം വെച്ചിട്ട് പുള്ളിക്കുള്ള സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ എന്താ പറയുക ഹെവി ഡോസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പക്കയാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ എഡിറ്റിംഗ് വർക്കാണ്. ക്യാമറ കാര്യങ്ങൾ, ചില ഷോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടിപൊളി നൈസ് പരിപാടി സാധനമൊക്കെ. അപ്പോൾ കുറച്ച് അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതിൽ കാണാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കാണാനുണ്ട്. അപ്പോൾ ഞാൻ വന്നത് 2:43 ഷോക്കാണ് ഞാൻ വന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഫ്രണ്ടിലെ ഒരു റോ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി അത്യാവശ്യം ബാക്കിലും ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴയിലെ റെയ്ബാൻ തിയേറ്ററിലാണ് ഞാൻ പടം കാണാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റെയ്ബാൻ തിയേറ്ററിൻ്റെ ഒരു റിവ്യൂ അതേപോലെ പടം ജസ്റ്റ് കാണുക എന്നുള്ള ഒരു പ്ലാനിൽ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് പറയുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ട് കാണുക. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഒരു അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ബിന്ദു പണിക്കർ ചെയ്ത ക്യാരക്ടറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫെസ്റ്റിവൽ മൂഡോടുകൂടി കാണാൻ പറ്റുന്ന, അതായത് ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ തുടക്കത്തോടു കൂടിയാണ് പരിപാടി തുടങ്ങുന്നത്. അവിടുന്ന് പിന്നെ അടിയോടിയാണ്. എന്തായാലും അടിപൊളി പടം. അപ്പോൾ ഏതായാലും ഇതുവഴി വന്നതല്ലേ, അപ്പോൾ നല്ല അടിപൊളി വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ റിലേറ്റഡ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റെയ്ബാൻ തിയേറ്റർ പ്രിഫർ ചെയ്യുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പോൾ റെയ്ബാൻ തിയേറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാം. വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം.